നഗരത്തിനു പുറത്തുള്ള ആ ചെറിയ പട്ടണത്തിലെ ഓരോ തെരുവും ഫായിസിനറിയാമായിരുന്നു. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒരലങ്കാര വസ്തു പോലെ അലമാരയിൽ വിശ്രമിക്കുമ്പോൾ അവന്റെ ജീവിതം ഇരുചക്രവാഹനത്തിന്റെ ചക്രങ്ങൾ പോലെ ഒരേ ദിശയിൽ കറങ്ങിക്കൊണ്ടിരുന്നു. ഉണർന്നെഴുന്നേൽക്കുന്നതു മുതൽ രാത്രി കിടക്കയിലേക്ക് മടങ്ങുന്നതുവരെ അവന്റെ ചിന്തകളിൽ ഒരേയൊരു ചോദ്യം മാത്രം: എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അവന്. നല്ലൊരു ജോലി, ഒരുപാട് യാത്രകൾ, സ്വന്തമായ ഒരു വീട്. പക്ഷേ ഇന്നാ സ്വപ്നങ്ങളെല്ലാം ഒരുതരം ഭാരമായി അവന്റെ നെഞ്ചിൽ കനത്തുകിടന്നു. കൂട്ടുകാർ നല്ല ജോലികളിൽ പ്രവേശിച്ചു. ചിലർ വിദേശത്തേക്ക് പറന്നു. ഓരോ തവണയും എന്തായി, ജോലി കിട്ടിയോ എന്ന ചോദ്യം ഒരു കുന്തമുന പോലെ അവന്റെ ആത്മാഭിമാനത്തിൽ തറച്ചുകയറി. വീട്ടിലെ മാതാപിതാക്കളുടെ നിശബ്ദമായ പ്രാർത്ഥനയും വിഷമവും അവന്റെ ഉള്ളിൽ ഒരഗ്നി പോലെ എരിഞ്ഞു. ജോലിയില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയാതെ വന്നപ്പോൾ അവന്റെ സുഹൃത്താണ് ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷനെക്കുറിച്ച് പറഞ്ഞത്. ഒരു പ്രതീക്ഷയുമില്ലാത്തതുകൊണ്ട് അവൻ ആ ജോലി സ്വീകരിച്ചു. കൈകളിലേക്ക് ആദ്യത്തെ ഡെലിവറി ബാഗ് വെച്ചു നീട്ടിയപ്പോൾ അവന്റെ നെഞ്ച് ഒന്നു പിടഞ്ഞു. കഠിനാധ്വാനം ചെയ്തു നേടിയ വിദ്യാഭ്യാസം വെറും ഭക്ഷണമെത്തിക്കാൻ വേണ്ടിയായിരുന്നോ? അവൻ ആരോടെന്നില്ലാതെ ചോദിച്ചു. ഓരോ ഡെലിവറിക്കും അവന്റെ ഹൃദയം കൂടുതൽ കനത്തതായി. ഒരു ഡെലിവറി ബോയ് എന്ന വിളി അവന്റെ ചെവിയിൽ തുളച്ചുകയറി. ആ വിളിയിൽ അവന്റെ ആത്മാഭിമാനം മുറിവേറ്റു. അവന്റെ ഹൃദയം ഓരോ നിമിഷവും വേദനിച്ചു. ഒരു ദിവസം മഴ നനഞ്ഞു വിറച്ച് ഒരു വീട്ടിലെത്തിയപ്പോൾ ഉപഭോക്താവിന്റെ ചോദ്യം ഒരു വെള്ളിടി പോലെ അവന്റെ തലച്ചോറിൽ തറച്ചു. വലിയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടും അവസാനം ഈ അവസ്ഥയിലെത്തിയില്ലേ? അവന്റെ കണ്ണുകൾ നിറഞ്ഞു. മറുപടി പറയാൻ അവനൊരു വാക്കുപോലും കിട്ടിയില്ല. അതിരാവിലെ മുതൽ രാത്രി വൈകുവോളം അവൻ ഭക്ഷണമെത്തിച്ചു. ശരീരം തളർന്നു, പക്ഷേ മനസ്സ് അതിനേക്കാൾ വേഗം തളർന്നു. ഒരു സ്വപ്നവുമില്ലാത്ത ജീവിതം ഒരു ശൂന്യത പോലെ അവനെ കാർന്നു തിന്നു. നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു തെരുവിൽ വണ്ടിയെത്തിയപ്പോൾ ഫായിസിന്റെ മനസ്സ് സാധാരണ പോലെ ഭാരപ്പെട്ടു. ഒരു വലിയ വീടിന്റെ ഗേറ്റിനു മുന്നിൽ അവൻ വണ്ടി നിർത്തി. പുറത്തേക്ക് വന്ന സ്ത്രീ സിത്താരയായിരുന്നു. സാധാരണ ഡെലിവറിക്ക് ചെല്ലുമ്പോൾ കാണാറുള്ള പുച്ഛമോ അവഗണനയോ അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല. പകരം അവളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാകർഷകമായ ഭാവമാണ് അവളിൽ കണ്ടത്. നിങ്ങളുടെ കണ്ണുകളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പക്ഷേ ഈ ജോലിയിൽ നിങ്ങൾ സന്തോഷവാനല്ലെന്ന് എനിക്ക് തോന്നുന്നു. അവളുടെ ചോദ്യം ഫായിസിനെ അത്ഭുതപ്പെടുത്തി. ആദ്യമായാണ് ഒരാൾ തന്റെ ജോലിയെക്കുറിച്ചോ സ്വപ്നങ്ങളെക്കുറിച്ചോ താൽപ്പര്യത്തോടെ ചോദിക്കുന്നത്. ഫായിസ് തലകുനിച്ചു. അപ്രതീക്ഷിതമായി ഒരാൾ തന്റെ ഉള്ളിലെ വേദനയെ തൊട്ടറിഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി നിന്നു. വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള പണം എന്റെ കയ്യിലില്ല. ഈ ജോലി എന്റെ വിശ പകട്ടുന്നു, അത്രമാത്രം, അവൻ മെല്ലെ പറഞ്ഞു. സിത്താര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പണമില്ലാത്തത് ഒരു പ്രശ്നമല്ല, പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് സ്വപ്നങ്ങളില്ലാത്തത്. നിങ്ങളുടെ കണ്ണുകളിലുള്ള ആ തിളക്കം അതൊരു മുതൽക്കൂട്ടാണ്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞിരിക്കണം. ആ വാക്കുകൾ ഫായിസിന്റെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം നിറച്ചു. ആദ്യമായി ഒരാൾ തന്നെ ഒരു ഡെലിവറി ബോയ് എന്നതിനപ്പുറം ഒരു മനുഷ്യനായി കാണുന്നു, തന്നെ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിലയിടാൻ ആർക്കും കഴിയില്ല എന്ന അവരുടെ വാക്കുകൾ അവന്റെ മനസ്സിൽ ഒരു മന്ത്രം പോലെ മുഴങ്ങി. ആ ദിവസത്തെ ഡെലിവറി വെറുമൊരു ഭക്ഷണപ്പൊതിയുടെ കൈമാറ്റം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ജീവിതത്തിന്റെ പുതിയ തുടക്കമായിരുന്നു. അടുത്ത ദിവസം ഭക്ഷണം ഡെലിവറി ചെയ്യുന്നതിനിടയിൽ അവൻ അറിയാതെ അവളുടെ വീട്ടുമുറ്റത്തെത്തി. സിത്താര അവനെ അകത്തേക്ക് ക്ഷണിച്ചു. അവരുടെ സംഭാഷണങ്ങൾ ഡെലിവറി ജോലിയെക്കുറിച്ചും അവന്റെ പഠനത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമെല്ലാമായി വളർന്നു. ഓരോ സംഭാഷണത്തിലും സിത്താര ഫായിസിനെ കൂടുതൽ മനസ്സിലാക്കി. അവന്റെ സ്വപ്നങ്ങളെയും അതിലുള്ള അവന്റെ വിശ്വാസത്തെയും അവൾ കണ്ടു. സിത്താരയുടെ വാക്കുകളിലൂടെ അവൻ തന്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ സൗന്ദര്യവും ആളുകളെ ആകർഷിക്കാനുള്ള നിങ്ങളുടെ കഴിവും ഒരു വലിയ മുതൽക്കൂട്ടാണ്. അവനിലെ ആത്മവിശ്വാസം പതിയെ പതിയെ വളരാൻ തുടങ്ങി. സൗഹൃദം കൂടുതൽ ആഴമുള്ള ഒന്നായി മാറി. ഫോൺ വിളികൾ ദൈനംദിന കാര്യമായി. ഒരു ദിവസം വൈകുന്നേരം ഫോണിൽ സംസാരിക്കുമ്പോൾ സിത്താര പറഞ്ഞു, ഫായിസ്, എനിക്ക് നിന്നെ വെറുമൊരു സുഹൃത്തായി കാണാൻ കഴിയില്ല. നിന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. ആ വാക്കുകൾ ഫായിസിനെ അമ്പരപ്പിച്ചു. പക്ഷെ സിത്താര, എനിക്കൊന്നുമില്ല. ഞാനൊരു സാധാരണ ഡെലിവറി ബോയ് മാത്രമാണ്. അവന്റെ ശബ്ദത്തിൽ വേദനയുണ്ടായിരുന്നു. സിത്താര ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ കാണുന്നത് നിന്റെ മനസ്സിന്റെ സൗന്ദര്യമാണ്. എന്റെ ബുദ്ധി നിനക്കുവേണ്ടി ഉപയോഗിക്കാൻ ഞാൻ തയ്യാറാണ്. ആ നിമിഷം അവർ തമ്മിലുള്ള ബന്ധം വെറും സൗഹൃദമല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. അധികം വൈകാതെ തന്നെ അവർ വിവാഹിതരാകാൻ തീരുമാനിച്ചു.
വിവാഹമെന്ന സ്വപ്നം അവരുടെ മനസ്സിൽ തളിരിട്ടപ്പോൾ അത് ഇരു കുടുംബങ്ങളെയും അറിയിക്കാൻ അവർ തീരുമാനിച്ചു. ഫായിസിന്റെ മാതാപിതാക്കൾക്ക് സന്തോഷമായിരുന്നു. എന്നാൽ സിത്താരയുടെ വീട്ടിലെ സാഹചര്യം തീർത്തും വ്യത്യസ്തമായിരുന്നു. അവിടെ തടിച്ചുകൂടിയ കുടുംബാംഗങ്ങൾക്കിടയിൽ സിത്താരയും ഫായിസും നിശബ്ദരായി നിന്നു. സിത്താരയുടെ അമ്മാവൻ പരിഹാസത്തോടെ ഫായിസിനെ നോക്കി. "ഇതൊരു ഡെലിവറി ബോയ് അല്ലേ? നിനക്ക് ബുദ്ധിയില്ലേ? നല്ല ജോലിയോ ഭാവിയോ സ്വന്തമായി ഒരു വീടോ ഇല്ലാത്ത ഒരാളെയാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്നത്?" ആ വാക്കുകൾ ഫായിസിന്റെ ഹൃദയത്തിൽ ഒരു കത്തിപോലെ തുളച്ചുകയറി. അവൻ തലകുനിച്ചു നിന്നു. വർഷങ്ങളായി അവന്റെ മനസ്സിനെ വേട്ടയാടിയ അപകർഷതാബോധം വീണ്ടും ഒരു ഇരുണ്ട മേഘം പോലെ അവനെ മൂടി. "മതി, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയരുത്," സിത്താര ദേഷ്യത്തോടെ പ്രതികരിച്ചു. "നിങ്ങൾ കാണുന്നത് അവന്റെ ഇന്നത്തെ അവസ്ഥയാണ്, ഒരു ഡെലിവറി ബോയിയുടെ വേഷം. പക്ഷെ ഞാൻ കാണുന്നത് അവന്റെ കഴിവുകളാണ്. എന്റെ ബുദ്ധി അവനൊപ്പമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും ഞങ്ങൾ അതിജീവിക്കും." പക്ഷേ അവരുടെ വാക്കുകൾ ആരും വിശ്വസിച്ചില്ല. ഞാൻ കാരണമാണ് സിത്താരയ്ക്ക് അവരുടെ വീട്ടുകാരുടെ എതിർപ്പുകൾ കേൾക്കേണ്ടി വന്നത്. അവന്റെ മനസ്സ് വേദനിച്ചു. കുടുംബത്തിന്റെ എതിർപ്പുകൾ അവരുടെ തീരുമാനത്തെ കൂടുതൽ ദൃഢമാക്കി. "ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴി എനിക്ക് വ്യക്തമാണ്. നിങ്ങൾ എന്റെ ഏറ്റവും വലിയ ശക്തിയാണ്," സിത്താര പറഞ്ഞു. അവരുടെ കണ്ണുകൾ ഒരുമിച്ചു. അവരുടെ പ്രണയം എല്ലാ പ്രതിസന്ധികളെക്കാളും വലുതാണെന്ന് അവർ മനസ്സിലാക്കി. കുടുംബത്തിന്റെ എതിർപ്പുകളെ വകവയ്ക്കാതെ ഫായിസും സിത്താരയും അവരുടെ വിവാഹം ലളിതമായി നടത്തി. ആഡംബരമൊന്നുമില്ലാതെ അടുത്ത സുഹൃത്തുക്കളുടെയും ഫായിസിന്റെ കുടുംബത്തിന്റെയും സാന്നിധ്യത്തിൽ ഒരു ചെറിയ ചടങ്ങ്. സിത്താരയുടെ വീട്ടുകാർ ആരും തന്നെ പങ്കെടുത്തില്ല. എങ്കിലും അതൊന്നും അവരുടെ സന്തോഷത്തിന് ഒരു കുറവും വരുത്തിയില്ല. ഒരു വീട് വാടകയ്ക്കെടുത്ത് അവർ പുതിയ ജീവിതം തുടങ്ങി. സ്നേഹവും വിശ്വാസവും അവിടെ നിറഞ്ഞുനിന്നു. വിവാഹശേഷം ഒരു കുടുംബച്ചടങ്ങിൽ വെച്ച് സിത്താരയുടെ ബന്ധു പരിഹാസത്തോടെ ഫായിസിനടുത്തെത്തി. "ഇത്രയും മിടുക്കിയായ ഒരു പെൺകുട്ടിയെ എങ്ങനെയാ കയ്യിലൊതുക്കിയത്? ഇനിയിപ്പോ അവളുടെ കാശുകൊണ്ട് ജീവിക്കാമല്ലോ." ആ ചോദ്യം ഫായിസിന്റെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ദാരിദ്ര്യത്തിന്റെയും നിസ്സഹായതയുടെയും വേദന ഒരിക്കൽ കൂടി അവനെ വേട്ടയാടി. "മതി, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയരുത്. കാരണം എനിക്കറിയാം എനിക്കുള്ള സന്തോഷമെന്താണെന്ന്. അവർ കളിയാക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെയാണ്. ആ കളിയാക്കലുകൾക്ക് ഏറ്റവും നല്ല മറുപടിയാണ് നിങ്ങളുടെ വിജയം." അവൾ പതുക്കെ അവൻ മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആ വാക്കുകൾ ഫായിസിന്റെ ഉള്ളിൽ ഒരു തീപ്പൊരിയായി മാറി. ഈ പരിഹാസങ്ങൾ അവനെ തളർത്തിയില്ല, മറിച്ച് തന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ടു പോകാനുള്ള ഒരു പ്രചോദനമായി മാറി. വീട്ടിലെത്തിയപ്പോൾ അവൻ സിത്താരയോട് പറഞ്ഞു, "എനിക്കെന്റെ ദാരിദ്ര്യത്തിന്റെ വേദനയിൽ നിന്ന് പുറത്തുവരണം. എന്റെ കഴിവിനെ വിശ്വസിച്ച നിങ്ങളെ എനിക്ക് സന്തോഷിപ്പിക്കണം." സിത്താര ചിരിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. "നമുക്ക് തുടങ്ങാം. നമ്മളെന്തിനു മറ്റുള്ളവരുടെ ഭക്ഷണം മാത്രം ഡെലിവറി ചെയ്യണം? നമുക്ക് സ്വന്തമായി എന്തെങ്കിലും വിറ്റുകൂടെ?" അവർ ആലോചിച്ചു. തലേദിവസം ഫായിസിന് ലഭിച്ച കുറഞ്ഞ വരുമാനം മാത്രമായിരുന്നു അവരുടെ കൈമുതൽ. ആ പണം ഉപയോഗിച്ച് അവർ കുറച്ച് നല്ല വെളിച്ചെണ്ണയും അയൽപക്കത്തെ ഒരു വീട്ടമ്മയുണ്ടാക്കിയ പലഹാരങ്ങളും വാങ്ങി. ഫായിസ് ആദ്യമായി ഓൺലൈൻ ഗ്രൂപ്പുകളിൽ തന്റെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പോസ്റ്റ് ചെയ്തു. ആദ്യത്തെ ദിവസം ഫായിസ് വിറച്ചുകൊണ്ടായിരുന്നു സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ പോയത്. ഇതു വെറുമൊരു ഡെലിവറിയല്ല, തന്റെ സ്വപ്നങ്ങളിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. അവന്റെ ആകർഷകമായ പെരുമാറ്റവും സത്യസന്ധമായ സംസാരവും ആളുകൾക്കിടയിൽ പെട്ടെന്ന് വിശ്വാസം നേടി. ഒരു ദിവസം കൊണ്ട് അവരുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വിറ്റഴിഞ്ഞു. ആദ്യത്തെ ലാഭം കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആ ചെറിയ തുക വെറും പണമല്ലായിരുന്നു, മറിച്ച് അവരുടെ സ്വപ്നങ്ങൾക്ക് ലഭിച്ച അംഗീകാരമായിരുന്നു. പതിയെ പതിയെ അവർ ഉൽപ്പന്നങ്ങൾ വിപുലീകരിച്ചു. വീട്ടുപകരണങ്ങൾ, ചെറിയ ഇലക്ട്രോണിക് സാധനങ്ങൾ, വസ്ത്രങ്ങൾ, ആളുകൾക്ക് നേരിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങി. ഫായിസ് ഒരു ഡെലിവറി ബോയ് എന്ന നിലയിൽ നിന്ന് ഒരു വിൽപ്പനക്കാരനായി മാറി. ഓരോ കച്ചവടത്തിലും സിത്താര അവനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. ഫായിസിന്റെ ഹൃദയത്തിലെ നന്മയും സിത്താരയുടെ ബുദ്ധിയും ഒരുമിച്ച് ചേർന്നപ്പോൾ ഒരു ചെറിയ നഗരത്തിലെ സാധാരണക്കാരനായ അവൻ അതിവേഗം വളർന്നു. അവന്റെ കഠിനാധ്വാനം ആദ്യത്തെ വിജയം സമ്മാനിച്ചു. പക്ഷേ ഈ വിജയവഴിയിൽ വരാനിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു. ഫായിസിന്റെയും സിത്താരയുടെയും കച്ചവടം വളർന്നപ്പോൾ അത് മറ്റു കച്ചവടക്കാർക്കിടയിൽ അസൂയയ്ക്ക് കാരണമായി. അവർ ഫായിസിനെ ഇല്ലാതാക്കാൻ രഹസ്യമായി വില കുറച്ചാക്രമിച്ചു. "നമ്മൾ വില കുറച്ചല്ല, ഗുണമേന്മയിലാണ് വിശ്വസിക്കേണ്ടത്. സത്യസന്ധമായ കച്ചവടം ഒരുനാൾ വിജയിക്കും," സിത്താര ശാന്തമായി പറഞ്ഞു. പിന്നീട് അവർ ഫായിസ് മോശം ഉൽപ്പന്നങ്ങളാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞ് വ്യാജ പ്രചാരണങ്ങൾ തുടങ്ങി.
ഓൺലൈൻ ഗ്രൂപ്പുകളിൽ അവർ ഫായിസിന്റെ കച്ചവടത്തിനെതിരെ മോശം കമന്റുകൾ പോസ്റ്റ് ചെയ്തു. ഫായിസ് വിഷമിച്ചു. സിത്താര, എന്റെ പേര് നശിപ്പിക്കാൻ അവർ ശ്രമിക്കുകയാണ്. ഈ ദുഷ്പ്രചാരണങ്ങളെ ഞാൻ എങ്ങനെ നേരിടും? സിത്താര അവന്റെ തലമുടിയിൽ തലോടി. നമ്മുടെ ഉപഭോക്താക്കൾ നമ്മളെ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് പ്രധാനം. ഒരു നുണയ്ക്ക് ഒരുപാട് കാലം മുന്നോട്ടു പോകാൻ കഴിയില്ല. സത്യം ഒരിക്കലും തോൽക്കില്ല. വിശ്വസ്തതയാണ് ഏറ്റവും വലിയ മുതൽമുടക്ക്. ആ വാക്കുകൾ ഫായിസിന്റെ മനസ്സിനെ ശാന്തമാക്കി. ദുഷ്പ്രചാരണങ്ങളെക്കുറിച്ച് അവൻ ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ല. പകരം അവന്റെ എല്ലാ ശ്രദ്ധയും ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിലേക്ക് മാറ്റി. അവന്റെ കഠിനാധ്വാനവും സിത്താരയുടെ പിന്തുണയും വെറുതെയായില്ല. പതിയെ പതിയെ വ്യാജപ്രചാരണങ്ങളില്ലാതായി. ആളുകൾ ഫായിസിനെ കൂടുതൽ വിശ്വസിച്ചു. അവരുടെ കച്ചവടം വീണ്ടും വളർന്നു. ഈ വെല്ലുവിളികൾ അവരെ കൂടുതൽ ശക്തരാക്കി. പ്രതിസന്ധികളെ അതിജീവിച്ചപ്പോൾ ഫായിസ് ഒരു ചെറിയ കച്ചവടക്കാരനിൽ നിന്ന് അതിവേഗം വളർന്ന് തന്റേതായ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി. ഓൺലൈൻ ഡെലിവറിയിൽ തുടങ്ങി സ്വന്തമായി ഒരു സ്ഥാപനം ഉണ്ടാക്കിയപ്പോൾ അവന്റെ മനസ്സ് അഭിമാനം കൊണ്ട് നിറഞ്ഞു. പണ്ടവനെ കളിയാക്കിയവർ ഇപ്പോൾ ബഹുമാനത്തോടെ നോക്കി. ഒരു ദിവസം ഫായിസ് കടയിലിരിക്കുമ്പോൾ ഒരു കാറ് വന്ന് അവന്റെ അരികിൽ നിന്നു. അതിൽ നിന്ന് പുറത്തിറങ്ങിയത് സിത്താരയുടെ ഒരു ബന്ധുവായിരുന്നു. പണ്ട് ഫായിസിനെ പരിഹസിച്ച അതേ വ്യക്തി. അയാൾ അവന്റെ മകൻ ഒരു ജോലി ചോദിച്ച് അപേക്ഷയോടെ പറഞ്ഞു. നല്ല ശമ്പളമുള്ള ഒരു ജോലി. ആ നിമിഷം ഫായിസിന്റെ ഓർമ്മകളിലേക്ക് ഒരു ചിത്രം മിന്നിമറഞ്ഞു. ഇനിയിപ്പോൾ അവളുടെ കാശുകൊണ്ട് ജീവിക്കാമല്ലോ എന്ന് പരിഹാസത്തോടെ ചോദിച്ച അതേ മുഖം. അവന്റെ കണ്ണുകൾ നിറഞ്ഞത് കാലം നൽകിയ നീതിയുടെ കണ്ണുനീരായിരുന്നു. നിങ്ങളുടെ മകന്റെ വിവരങ്ങൾ തരൂ, ഞാൻ നോക്കട്ടെ. ഫായിസ് ശാന്തമായി പറഞ്ഞു. ഓരോ മനുഷ്യനും ഓരോ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ആ സംഭാഷണം കഴിഞ്ഞ് ഫായിസ് വീട്ടിലെത്തിയപ്പോൾ സിത്താര അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. എനിക്കയാൾക്ക് ദേഷ്യം തോന്നിയില്ല സിത്താര. സത്യത്തിൽ എനിക്ക് സന്തോഷമാണ് തോന്നിയത്. എന്റെ ഭാര്യയെ വിശ്വസിച്ച ഒരു ഡെലിവറി ബോയ്ക്ക് ജീവിതത്തിൽ എന്തെല്ലാം നേടാൻ കഴിയുമെന്ന് അയാൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. സിത്താര ചിരിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. നമ്മൾ നമ്മുടെ സന്തോഷത്തിൽ മാത്രം ശ്രദ്ധിക്കുക, അതാണ് പ്രധാനം. എല്ലാ കളിയാക്കലുകൾക്കും ഏറ്റവും നല്ല മറുപടി നമ്മുടെ വിജയമാണെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ. വർഷങ്ങൾ കടന്നുപോയി. ഫായിസ് ഒരു പ്രമുഖ വ്യവസായിയായി വളർന്നു. അവന്റെ കമ്പനി ചെറിയ ടൗണിൽ നിന്ന് നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. ഒരു ദിവസം ഒരു യുവ സംരംഭകരുടെ സമ്മേളനത്തിൽ ഫായിസ് സംസാരിക്കാൻ ക്ഷണിക്കപ്പെട്ടു. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്റെ വിജയത്തിന്റെ രഹസ്യമെന്താണെന്ന്. ഫായിസ് പറഞ്ഞു, സൗന്ദര്യമോ കഠിനാധ്വാനമോ അല്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്റെ ഭാര്യ സിത്താരയാണ്. അവൾ കണ്ടത് എന്റെ ഇന്നലെയല്ല, എന്റെ നാളെയാണ്. ദാരിദ്ര്യം പണമില്ലാത്ത അവസ്ഥയല്ല, സ്വപ്നങ്ങളില്ലാത്ത അവസ്ഥയാണെന്ന് എന്നെ പഠിപ്പിച്ചത് അവളാണ്. പ്രസംഗത്തിനു ശേഷം ഫായിസും സിത്താരയും ചേർന്ന് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു, വിശ്വാസ് ഫൗണ്ടേഷൻ. പണമില്ലാത്തതുകൊണ്ട് മാത്രം സ്വപ്നങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന യുവ സംരംഭകർക്ക് സഹായം നൽകുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. അവർ പരസ്പരം നോക്കി ചിരിച്ചു. അവരുടെ കണ്ണുകളിൽ സ്നേഹവും വിനയവും തിളങ്ങി. അവന്റെ ഏറ്റവും വലിയ വിജയം സാമ്പത്തികമായ വളർച്ചയായിരുന്നില്ല, മറിച്ച് ദാരിദ്ര്യത്തിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവനെ കൈപിടിച്ച് നടത്തിയ സിത്താരയുടെ വിശ്വസ്തമായ സ്നേഹവും ബുദ്ധിയുമായിരുന്നു. ആ സ്നേഹമാണ് അവന്റെ ജീവിതത്തെ പൂർണ്ണമാക്കിയത്.